വിശദമായ പ്രാദേശിക വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്ത് യുവാവിന് പോലീസ് മർദ്ദനം. പോലീസുകാരൻ യുവാവിന്റെ മുഖത്തടിച്ചു. മുട്ടത്തറ സ്വദേശി ശരവണനാണ് മർദ്ദനമേറ്റത്. പൂന്തുറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് മർദ്ദിച്ചത്. ഞാൻ ഈ സാധനമെല്ലാം വാങ്ങിയിട്ട് വരായിരുന്നു. വീട്ടിലത്തേക്കുള്ള ആവശ്യമായിട്ട് കൂട്ടുകാരന്മാർ ആ ജംഗ്ഷനിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നിന്നപ്പോഴത്തേക്ക് ഞാൻ അവരോട് കുറച്ച് സംശയം നിന്നു. പോലീസ് വണ്ടി പെട്ടെന്ന് കൊണ്ട് ചവിട്ടി നിർത്തിയിട്ട് പറഞ്ഞ് വണ്ടിയുടെ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിലാണ് എല്ലാം കിടക്കുന്നത്, ഞാൻ എടുത്തിടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് താക്കോൽ തരാൻ പറഞ്ഞു. നമ്മൾ താക്കോൽ തരേണ്ട കാര്യമില്ല, എൻ്റെ പ്രൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞാൻ താക്കോൽ തരാൻ സാറിന് പ്രൂഫ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞ് കയ്യിനെ പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞ് നീ താക്കോൽ തരണം. ഞാൻ പറഞ്ഞു ഞാൻ താക്കോൽ തരില്ല, ഞാൻ സാറിന് ഡീറ്റെയിൽ കാണിച്ചു തന്നാൽ പോലും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു 3 ഇടി ഇവിടെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇപ്പുറത്ത് പിടിച്ച് മാറ്റാൻ പോയവരെല്ലാം ഇടിക്കാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരിടത്തും ഞാൻ പോയി പെറ്റീഷൻ കൊടുക്കില്ല, ഞാൻ ഡയറക്റ്റായിട്ട് കമ്മീഷൻ ഓഫീസിൽ പോയി പെറ്റീഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ എവിടെ വേണോ കൊണ്ട് കുറേ എനിക്കൊരു പുല്ലുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് എന്നെ പിന്നെയും വന്ന് അടിക്കാൻ വേണ്ടിയത്. പിന്നെ പെണ്ണുങ്ങളെല്ലാം വന്നിട്ട് പോലും അയാളെ പേടി എന്ന് പറഞ്ഞാൽ ഒരു സംഭവമില്ല, അയാൾ വീണ്ടും അടിക്കുകയാണ് ചെയ്തത്. എന്ത് കാരണം പറഞ്ഞാണ് അയാൾ? കാരണമൊന്നുമില്ല, താക്കോല് ചോദിച്ച് ഞാൻ കൊടുത്തില്ല, അതാണ് പ്രശ്നം. പുള്ളിയുടെ പ്രശ്നം വെച്ചാൽ ഞാൻ താക്കോല് ചോദിച്ചിട്ട് കൊടുത്തില്ല, അതാണ് പുള്ളിയുടെ മെയിൻ പ്രശ്നം. അതിനാണ് ഞാൻ എന്നെ ഈ ഇടിച്ചത്. ഇവിടെ ഈ സൈഡ് ഒരു 3 അടി ഇടിച്ച്, ഈ സൈഡ് 2 അടി ഇടിച്ച്. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, എന്താണ് ഈ ഒരു മർദ്ദനത്തിനാസ്പദമായ സംഭവം? മിഥുൻ, അല്പം മുൻപ് ഏതാണ്ട് 11:30 മുട്ടത്തറയിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് മുട്ടത്തറ ജംഗ്ഷനിൽ സുഹൃത്തുക്കളോട് ഒപ്പം സംസാരിച്ചു നിന്ന ശരവണനെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി ഇപ്പോൾ വരുന്നത്. അതായത് സാധാരണഗതിയിൽ ഈ പൂന്തുറ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അതുവഴി പോകുമ്പോൾ ആളുകൾ കൂടി നിൽക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുമെന്നാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. അത്തരത്തിലാണെന്നാണ് കരുതിയത്. പക്ഷേ വണ്ടി, അതായത് പോലീസ് വാഹനം കൊണ്ട് ഈ കൂടി നിന്ന ചില സുഹൃത്തുക്കളുടെ, ശരവണന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വാഹനം നിർത്തിയ ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി ശരവണനോട് വാഹനത്തിന്റെ താക്കോൽ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് താക്കോൽ നൽകാനാകില്ല, താൻ പകരം വാഹനവുമായി ബന്ധപ്പെട്ട മറ്റ് പേപ്പറുകളെല്ലാം സമർപ്പിക്കാം അല്ലെങ്കിൽ നൽകാമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന്റെ താക്കോൽ നൽകാത്തത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനം എന്നാണ് ഇപ്പോൾ ശരവണൻ പരാതി പറയുന്നത്. എന്തായാലും ഈ മർദ്ദിച്ച ഉദ്യോഗസ്ഥന്റെ നെയിം ബോർഡോ മറ്റോ, ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിൽ നെയിം ബോർഡ് ഇല്ലായിരുന്നു. ഒപ്പം തന്നെ കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞിട്ട് പോലും തന്നെ വീണ്ടും മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ശരവണൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാർ ഇതിനെ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഈ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ മാറാൻ തയ്യാറായില്ല. ഒപ്പം ഈ മർദ്ദിക്കുന്നത് കണ്ട് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച നാട്ടുകാരെ തടയുകയും ഒപ്പം ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഈ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു എന്നുള്ള പരാതി കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ ഉദ്യോഗസ്ഥനെതിരെ, പൂന്തുറ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹത്തിനെതിരെ കമ്മീഷണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഒപ്പം തന്നെ ഐശ്വര്യ, അതായത് ഈ ശരവണൻ എന്താണ് അതായത് ഇനി പറയാൻ പോകുന്നത്? അതായത് മേലുദ്യോഗസ്ഥരെ സമീപിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനമാണോ? ഒപ്പം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശരവണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സർജറിക്ക് ശേഷം ഇന്നാണ് പുറത്തിറങ്ങിയത്. അതിന്റെ മുറിവുകൾ, ഈ സർജറിയുടെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. അതിനുശേഷം ഇന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ പരാതി നൽകുമെന്ന്, ഈ മർദ്ദനത്തിനെതിരെ മർദ്ദിക്കുന്നതിനിടെ തന്നെ താൻ കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞിട്ട് പോലും ഇതിൽ നിന്ന് പിൻവാങ്ങാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ കമ്മീഷണർക്ക് പരാതി നൽകി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് ഈ ശരവണന്റെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ തീരുമാനം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത്? ഒപ്പം തന്നെ തന്റെ ഭാര്യ ഗർഭിണിയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് സാധനം വാങ്ങാനും ഒക്കെയായാണ് ഈ മുറിവ് ഉണ്ടായിട്ട് പോലും അദ്ദേഹം പുറത്തിറങ്ങിയത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനമുണ്ടായത്. അതുകൊണ്ട് തന്നെ കമ്മീഷണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ശരവണൻ. ശരി, വിവരങ്ങൾ നൽകിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഐശ്വര്യ അനിൽ. മറ്റു വാർത്തകൾ നോക്കാം. വയനാട് പുൽപ്പള്ളി ഏരിയാപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവ സാന്നിധ്യം. രാത്രിയിൽ കടുവ ജനവാസ മേഖലയിലൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യം ലഭിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. പുൽപ്പള്ളി എരിയപ്പള്ളിയിലാണ് ജനവാസ കേന്ദ്രത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി എരിയപ്പള്ളി കതവാക്കുന്ന് റോഡിൽ യാത്ര ചെയ്ത വാഹനയാത്രക്കാരനാണ് കടുവയെ ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. വീടിനോട് ചേർന്ന് നടന്നു പോകുന്ന കടുവയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞതോടെ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. ഇന്നലെ രാത്രിയിൽ 8:30 മണിക്ക് അരീക്കാട്ട് സതീശന്റെ മകനും കൂടെ പുൽപ്പള്ളിയിൽ നിന്ന് കാറിനകത്ത് വീട്ടിലേക്ക് വരുമ്പം
ആ കടുവ ഈ റോഡ് എൻ്റെ വീടിന് മുമ്പിൽ കൂടി ഇങ്ങോട്ട് നടന്നു കടുവ മുമ്പേ പോകുന്നു. അപ്പോൾ സതീശൻ അവിടെ പേടിച്ച് സതീശൻ്റെ കൊച്ചു കരഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഈ വേലിക്കകത്തൂടെ ചാടിക്കയറാൻ നോക്കി കടുവ പറ്റാഞ്ഞിട്ട് വേലി കഴിയുന്ന ഭാഗത്തൂടെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് കയറി അതിൽ പോയി. കഴിഞ്ഞ മാസം എരിയപ്പള്ളി പ്രദേശത്ത് കൃഷിയിടങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ കണ്ടെത്തിയ കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണം. അരിക്കൊമ്പൻ എന്ന ഒറ്റയാൻ ചിന്നക്കനാൽ 301 കോണലിയിൽ വീട് തകർത്തു. ആനയെ തുരത്താൻ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിൽ തോട്ടം മേഖലയിൽ പ്രതിഷേധവും ശക്തമാണ്. പുലർച്ചെ 5 മണിയോടെയാണ് 301 കോളനി നിവാസിയായ എമിലി ജ്ഞാനമുത്തുവിന്റെ വീടിന് നേരെ കാട്ടാനാക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വീട് ഭാഗികമായി തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ ഒച്ചവെച്ചതിനെ തുടർന്ന് അരിക്കൊമ്പൻ വീടിന് സമീപത്ത് നിന്ന് മാറിയെങ്കിലും ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധമാണ് തോട്ടം മേഖലയിൽ ഉയരുന്നത്. അപകടകാരിയായ അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടുകയും ചക്കക്കൊമ്പൻ, മൊട്ടവാലൻ തുടങ്ങിയ ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്ന പ്രഖ്യാപനം വനം വകുപ്പ് നൽകിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. കാട്ടാനാക്രമണത്തിൽ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ദേവികുളം DFO ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പൂപ്പാറയിൽ കോൺഗ്രസ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. ന്യൂസ് 18 ഇടുക്കി. വടകര മാളിയേക്കലിൽ കടലിൽ കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. കരയിൽ നിന്നും 100 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടത്. മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ മൃതദേഹം കരക്കെത്തിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും ഹെലികോപ്റ്ററും രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പള്ളിപ്പറമ്പത്ത് മജീഷിന്റെ മകൻ അനുശന്തിനെ കടലിൽ കാണാതായത്. കടലോരത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇപ്പോൾ M ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലൈഫ് മിഷൻ കേസിൽ M ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനു വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. അടിക്കടി പൈപ്പ് പൊട്ടുന്നത് മൂലം കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ് കൊല്ലം പുനലൂർ നെല്ലപ്പള്ളി നിവാസികൾ. മലയോര ഹൈവേയുടെ നിർമ്മാണം തുടങ്ങിയതോടെയാണ് കുടിവെള്ള വിതരണം താറുമാറിലായത്. പുനലൂർ നഗരസഭയിലെ നെല്ലപ്പള്ളി പോളിടെക്നിക് ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. 20ഓളം കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ വലയുന്നത്. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിച്ചതുമൂലം ജലവിതരണ പൈപ്പ് തകരുകയും കുടിവെള്ള വിതരണം നിലയ്ക്കുകയുമായിരുന്നു. നെല്ലപ്പള്ളി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പ്രതിഷേധം ശക്തമായതോടെ 3 മാസം മുമ്പ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം അടിക്കടി പൈപ്പ് പൊട്ടുകയും കുടിവെള്ള വിതരണം നിലയ്ക്കുകയും ചെയ്തതായാണ് പരാതി. 5 പ്രാവശ്യം അവർ ശരിയാക്കിയിട്ട് അവർ പോവും. പിന്നെ വെള്ളം തുറക്കുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് ആൾക്കാരും വിളിച്ചു പറഞ്ഞു. തിരുവനന്തപുരത്ത് വരെ വിളിച്ച് പറഞ്ഞവരുണ്ട്. അപ്പുറത്തൊരു വില്ലേജ് ഓഫീസർ അവിടെ താമസമുണ്ട്. പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് വരെ വിളിച്ചു പറഞ്ഞു. അപ്പുറത്ത് വേറെ 1-2 പേര് വിളിച്ചു പറഞ്ഞു. അപ്പം വിളിച്ച് പറയുമ്പോൾ അവർ വന്ന് ശരിയാക്കുന്നു. ഇത് ഭയങ്കര കനത്തിൽ അങ്ങോട്ട് പോകുന്ന മെയിൻ കണക്ഷനാണ്. ഇതിൽ നിന്നാണ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോകുന്നത്. പക്ഷേ അവർ ശരിയാക്കും പോവും. പിറ്റേന്നും അത് തന്നെ സ്ഥിതി വെള്ളം തുറക്കുമ്പോൾ. പുനലൂർ കുടിവെള്ള പദ്ധതിയുടെ വലിയ പൈപ്പിൽ നിന്നും ചെറിയ പൈപ്പിലേക്ക് കണക്ട് ചെയ്താണ് ഇവിടെ വീടുകളിൽ ജലവിതരണം നടത്തുന്നത്. വലിയ പൈപ്പിൽ നിന്നുള്ള പ്രഷർ താങ്ങുന്ന നിലയിലുള്ള പൈപ്പല്ല ഹൗസ് കണക്ഷനായി ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഇത് പരിഹരിച്ചാൽ മാത്രമേ അടിക്കടി ഉണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാനാകൂ എന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. പൈപ്പ് പൊട്ടി റോഡ് തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നവീകരിക്കാൻ നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി. കൊല്ലം പുനലൂർ TB ജംഗ്ഷനിലാണ് ഈ ദുരിതം. തകർന്ന റോഡിലൂടെ യാത്ര ചെയ്യാനാകാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കടുത്ത ബുദ്ധിമുട്ടിലാണ്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും കുമാർ പാലസ് വഴി ഹൈസ്കൂൾ വാർഡിലേക്ക് പോകുന്ന വഴിയിലെ പൈപ്പാണ് 1 മാസമായി പൊട്ടി വെള്ളം പാഴാകുന്നത്. വെള്ളം ഒലിച്ചു ചെളികെട്ടിയ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല.
ഈ റോഡ് ഇങ്ങനെ പൈപ്പ് പൊട്ടി കിടക്കുക. ഇവിടെ ഒത്തിരി സ്കൂളുണ്ട്, ഒത്തിരി കുടുംബങ്ങൾ ഉണ്ട് ജീവിക്കുന്നത്. എപ്പോഴും ഈ റോട്ടുകൾ പോകാനേ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓട്ടോക്കാരുടെ ബുദ്ധിമുട്ടുണ്ട്. ഓട്ടോ വിളിച്ചാൽ കൊണ്ട് വരാൻ പറ്റത്തില്ല. ഈ റോട്ടിൽ കൂടെ ഓട്ടോ വിളിച്ച് മൊത്തം എപ്പോഴും പൊട്ടി കിടക്കുക. എന്ത് ചെയ്യാൻ? 65 കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാറില്ല. ഇതോടെ യാത്രാദുരിതം രൂക്ഷമാവുകയാണ്. വേനൽക്കാലമായതോടെ ജലക്ഷാമവും രൂക്ഷമാണ്. പലയിടത്തും പൈപ്പിൽ വെള്ളമെത്താതിരിക്കുമ്പോഴും ഇങ്ങനെ പൊട്ടിയൊഴുകുന്നത് തടയാൻ നടപടിയില്ല. ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈസ്കൂൾ വാർഡിലോട്ടുള്ള റോഡാണ്, എളുപ്പമുള്ള വഴിയാണിത്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 10, 50, 60, 65 കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു സ്കൂളും ഉണ്ട്. ഇത് വാട്ടർ അതോറിറ്റി എടുത്ത് 100 വട്ടം നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അവരിത് ഉൾക്കൊള്ളാൻ വയ്യാത്തൊരു സ്ഥിതിയാണിത്. ഇതിനകത്തൂടെ ഒരുപാട് പേര് ഇതേ കണക്ക് പ്രായമുള്ളവരായാലും കുഞ്ഞുങ്ങളായാലും എത്രയോ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ഇവർക്കെല്ലാം പോകാനായിട്ടുള്ളൊരു വഴിയാണ് ഇത്. ആ വഴിയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വയസ്സായവർക്ക് എന്തെങ്കിലും ഈ വീഴ്ചയിൽ കുഴിയിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിയിലും PWDയിലും നഗരസഭയിലും പ്രദേശവാസികൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. ന്യൂസ് 18 പുനലൂർ. ഇടുക്കിയിൽ പശുക്കൾക്ക് ചർമ്മമുട രോഗം വ്യാപകമാകുന്നു. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പരിധിയിലെ നിരവധി കർഷകരുടെ പശുക്കൾക്കാണ് തീവ്രവ്യാപന ശേഷിയുള്ള രോഗം പിടിപെട്ടിരിക്കുന്നത്. കാലിത്തീറ്റയ്ക്ക് വില വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലായ ക്ഷീരകർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് കാലികളിലെ ചർമ്മമുഴ രോഗം. തീവ്രവ്യാപന ശേഷിയുള്ള ഈ വൈറസ് പിടിപെടുന്നതോടെ ശരീരത്ത് മുഴകൾ വരികയും അവ വലുതായി പൊട്ടുകയും ചെയ്യും. ഒരു പശുവിന് രോഗം വന്നാൽ മറ്റുള്ളവയ്ക്കും ബാധിക്കും. ഇതോടെ പാലുൽപാദനം കുറയും, പശുക്കൾ അവശനിലയിലുമാകും. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിരവധി പശുക്കൾക്ക് രോഗം പിടിപെട്ടതോടെ 50ഓളം കർഷകരുടെ പശുക്കൾക്ക് പ്രതിരോധ വാക്സിൻ എടുത്തു. എന്നാൽ ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നില്ലെന്നും ഗ്രാമപഞ്ചായത്ത് കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുമാണ് കർഷകരുടെ പരാതി. അതോടെ വലിയ തുക ചെലവഴിച്ച് മരുന്ന് വാങ്ങി നൽകേണ്ട സ്ഥിതിയിലാണ് ക്ഷീരകർഷകർ. ശാശ്വതമായ ഒരു പരിഹാരം മൃഗസംരക്ഷണ വകുപ്പിനോ പഞ്ചായത്തിനോ കർഷകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ പശുക്കൾക്കെല്ലാം ഈ മേഖലയിൽ ഒരുപാട് പേർക്ക് പശുക്കൾക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പശുക്കളുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പാലിൻ്റെ വില ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അവർക്കത് താങ്ങാൻ പറ്റുകയില്ല. അതേസമയം പ്രതിരോധ വാക്സിൻ നൽകുന്നുണ്ടെന്നും രോഗം സ്ഥിരീകരിച്ച പശുക്കൾക്ക് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള മരുന്ന് നൽകുന്നുണ്ടെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. രോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ആളുകൾ കൃത്യമായി വിവരം അറിയിക്കണമെന്നും മൃഗാശുപത്രി അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. വിലത്തകർച്ച നേരിടുകയാണ് ഉണ്ടക്കൊപ്ര വിപണി. ഇതോടെ നാളികേര കർഷകർ ആശങ്കയിലാണ്. ഉണ്ടക്കൊപ്ര വിലത്തകർച്ചയിൽ വലയുകയാണ് കർഷകർ. അടുത്ത വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ വിലക്കുറവാണിപ്പോൾ. നാളികേരം ഉണക്കി ഉണ്ടക്കൊപ്രയാക്കുന്നവരാണ് വടകരയിലെ കർഷകരിൽ മിക്കവരും. 1 വർഷത്തോളം പുക കടത്തിവിട്ടാണ് തേങ്ങാക്കൂടുകളിൽ ഉണ്ടക്കൊപ്രയാക്കുന്നത്. ഉത്തരേന്ത്യൻ വിപണികളിൽ കിട്ടുന്ന നല്ല വിലയാണ് ഉണ്ടക്കൊപ്രയാക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. ക്വിന്റലിന് 18,000 രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണ്ടക്കൊപ്രയ്ക്ക് ഇപ്പോൾ പകുതിയിലും താഴെയാണ് വില. വിലയിടിവ് കർഷകരെ നിരാശയിലാക്കുകയാണ്. ഉണ്ടക്കൊപ്രയാക്കിയാണ് ഞങ്ങൾ കൊടുക്കുക. ഉണ്ടക്കൊപ്രയ്ക്ക് ഇപ്പോൾ 8,600 കിൻഡലിന് വില. അന്നേരത്തെ ഒരു തേങ്ങയ്ക്ക് ഒരു 5-6 റുപ്യ അടങ്ങും ഒരു തേങ്ങക്ക്. അത് തന്നെ കൂലി ചിലവും കഴിച്ചിട്ട് കൃഷിക്കാരനൊന്നും ഉണ്ടാവില്ല ബാക്കി. ഇതുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല. ഞങ്ങൾ അധ്വാനത്തിനനുസരിച്ചൊന്നും. പിന്നെ ഞങ്ങളെ കൃഷിക്കാർ നല്ലോണം ജോലി ചെയ്യണം, എന്നാലാ ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് നീങ്ങാൻ ആകും. പച്ചത്തേങ്ങ കിലോയ്ക്ക് 26 രൂപയാണുള്ളത്. സർക്കാരിന്റെ താങ്ങുവിലയുടെ ഗുണം കർഷകന് ലഭിക്കുന്നില്ലെന്നും അവർ പറയുന്നു. വിലത്തകർച്ചയ്ക്ക് പിന്നിൽ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും കർഷകർ ആശങ്കയിലാണ്. ന്യൂസ് 18 കുറ്റ്യാടി. മറ്റു വാർത്തകൾ നോക്കാം. കിളിമാനൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കിളിമാനൂർ സ്വദേശി ദീപുവാണ് പിടിയിലായത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് കിളിമാനൂരിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി വീട്ടിൽ വിവരം പറഞ്ഞതനുസരിച്ച് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കിളിമാനൂർ കേന്ദ്രീകരിച്ച് ചിട്ടിത്തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ. കേച്ചേരി ഫിനാൻസ് എന്ന പേരിൽ സ്ഥാപനം നടത്തി നിരവധി നിക്ഷേപകരുടെ പണം തട്ടിയ ചടയമംഗലം സ്വദേശി സുരേഷ് കുമാറാണ് പിടിയിലായത്. ചിട്ടി സ്ഥാപനത്തിലേക്ക് നിരവധി പേരെ കൊണ്ട് പണം നിക്ഷേപിച്ച ശേഷം പണവും പലിശയും നൽകാതെ വഞ്ചിച്ച കേസിലാണ് അറസ്റ്റ്. 1-ാം പ്രതിയായ വേണുഗോപാലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു.
കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച വി കെ ജ്യോതി നെടുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. ഇടതുമുന്നണി പിന്തുണയോടെയാണ് വി കെ ജ്യോതി 8 വോട്ടുകൾ നേടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആർ സത്യഭാമ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റായി ജ്യോതി തെരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ പ്രസിഡന്റ് സത്യഭാമയുടെ വോട്ട് അസാധുവാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന് നേരെ കരിങ്കൊടി കാട്ടുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലെ തുടർന്ന് കാരശ്ശേരി അങ്ങാടിയിൽ നിന്നും 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുക്കം പോലീസ് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു. കരുതൽ തടങ്കലിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുക്കത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. കാർഷിക കേരളം. കോതമംഗലത്ത് മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പല്ലാരിമംഗലം പഞ്ചായത്തിലെ 100 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. നെൽകൃഷിയിൽ സജീവമാവുകയാണ് പല്ലാരിമംഗലത്തെ കർഷകർ. ഇതിന്റെ ഭാഗമായാണ് 100 ഏക്കറിൽ മുണ്ടകൻ കൃഷി ഇറക്കിയത്. പല്ലാരിമംഗലം പഞ്ചായത്ത് ആവശ്യമായ സഹായം നൽകി. കൃഷിയിൽ നല്ല വിളവ് കിട്ടി. മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷിയെ തിരികെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു വീണ്ടും അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമത്തിലാണ് പല്ലാരിമംഗലം പഞ്ചായത്ത്. ഇതിൻ്റെ ഭാഗമായി ചെറുകിട നാമമാത്ര കർഷകർക്ക് എല്ലാവിധ പ്രോത്സാഹനവും സഹായവും നൽകി വരുന്നു. ഇന്ന് ഇവിടെ ഈ വർഷം നമുക്ക് 100 ഏക്കർ നെൽപ്പാടത്ത് കൃഷി ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലും മുഴുവൻ നെൽപ്പാടവും തരിച്ചിടാതെ തന്നെ കൃഷിയോഗ്യമാക്കുക എന്നുള്ള തീവ്രമായ ശ്രമത്തിലാണ് പല്ലാരിമംഗലം പഞ്ചായത്ത്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും നെൽകൃഷി നടത്തുവാൻ തയ്യാറായി വരുന്ന കർഷകർക്ക് വേണ്ട സഹായങ്ങളും നൽകുവാനുള്ള കൂടുതൽ പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. നെല്ലിനു പുറമെ പച്ചക്കറി കൃഷിയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനൊരുങ്ങുകയാണ് കർഷകർ. ന്യൂസ് 18 കോതമംഗലം. കോഴിക്കോട് കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 28.50 കോടി രൂപയുടെ നബാർഡ് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. മലയോര മേഖലയിലെ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്നത് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയെയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിനും സൗകര്യത്തിനും വേണ്ടി ആവശ്യം ഉയർന്നത്. ഇതിനിപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. നബാർഡിന്റെ ഫണ്ടാണ് ലഭ്യമാക്കുന്നത്. ജലസേചന വകുപ്പിൽ നിന്നും ലഭിച്ച 50 സെന്റ് സ്ഥലത്താണ് ആശുപത്രിക്ക് വേണ്ടി പുതിയ കെട്ടിടം പണിയുന്നത്. താലൂക്ക് ആശുപത്രിയുടെ പ്രശ്നങ്ങൾ സബ്മിഷനിലൂടെ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ മറുപടി പറയുന്ന ഘട്ടത്തിലാണ് നബാർഡിൻ്റെ 28.50 കോടി ഉറുപ്പിക അനുവദിച്ച കാര്യം പ്രഖ്യാപിക്കുന്നത്. ഈ വർഷം ആരോഗ്യ വകുപ്പിന് ലഭിച്ച ഫണ്ടിൽ 2 ആസ്പത്രികൾക്കാണ് ഫണ്ട് അനുവദിച്ചുള്ളത്. ഒന്ന് ഏറ്റവും കൂടുതൽ കുറ്റ്യാടി താലൂക്ക് ആസ്പത്രിക്കാണ്. 6 നിലകളിലായാണ് പുതിയ കെട്ടിടം. പാർക്കിംഗ്, മിനി കോൺഫറൻസ് ഹാൾ, ഡിജിറ്റൽ എക്സ്റേ ലാബ്, വെയിറ്റിംഗ് ഏരിയ, ഒബ്സർവേഷൻ റൂം, നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, ലേബർ റൂം കോംപ്ലക്സ്, വാർഡുകൾ, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലും ഉണ്ടാകും. 74,583 ചതുരശ്ര അടിയാണ് വിസ്തൃതി. 2026 മാർച്ച് 31 പൂർത്തിയാക്കാനാണ് ശ്രമം. നിലവിൽ ആശുപത്രിയിൽ ദിനംപ്രതി 1200ഓളം രോഗികൾ എത്തുകയും 100-നടുത്ത് രോഗികളെ കിടത്തി ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 കുറ്റ്യാടി. വ്യാപാരി വ്യവസായി സമിതി കായംകുളം ഏരിയ സമ്മേളനം നമ്പലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് E.A. സമീർ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി E.A. സമീറിനെയും A. വാഹിദിനെയും സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. മലപ്പുറം ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് വളാഞ്ചേരിയിൽ നടന്നു. നിരവധി പേർ മാറ്റുരച്ച ചാമ്പ്യൻഷിപ്പിൽ വളാഞ്ചേരി ടീം ആർട്ട് ഫിറ്റ്നസ് ഓവറോൾ ചാമ്പ്യന്മാരായി. വളാഞ്ചേരി പാറക്കൽ ഓഡിറ്റോറിയത്തിലായിരുന്നു മലപ്പുറം ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ്. മത്സരത്തിൽ വളാഞ്ചേരി ടീം ആർട്ട് ഫിറ്റ്നസ് ഓവറോൾ ചാമ്പ്യന്മാരായി. മുഹമ്മദ് ഫായിസ് സീനിയർ ചാമ്പ്യനായി.
രണ്ടാം തവണയാണ് വളാഞ്ചേരിയിൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളാണ് ജഡ്ജസായിട്ട് എത്തിയിട്ടുള്ളത്. അതെ, വളരെയധികം സന്തോഷമുണ്ട്. നമുക്കത് ഏറ്റെടുക്കാൻ പറ്റിയതിലും അത് നമുക്ക് ഭംഗിയായിട്ട് നടത്താൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ്, മെൻസ് ഫിസിക് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. നിരവധി പേരാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ന്യൂസ് 18 തിരൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.